സന്ദീപ് കാര്യസ്ഥൻ ഗോപാലന്റെ ബോംബെയിലെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സന്ദീപിന്റെ ഫോണിലേക്ക് മറ്റൊരു കോള് വന്നു. ആ കോള് വീണ്ടും വീണ്ടും വന്നതുകൊണ്ട് സന്ദീപ് കോൾ കട്ട് ചെയ്തിട്ട് ആ നമ്പറിലേക്ക് വീണ്ടും തിരികെ വിളിച്ചു. അപ്പോൾ മറുതലയ്ക്കൽ നിന്നും ഒരു സ്ത്രീ ശബ്ദമായിരുന്നു കേട്ടത്. "നിങ്ങൾക്കൊരു വിലപ്പെട്ട ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിക്കുന്നതെന്നും നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള റബ്ബർ എസ്റ്റേറ്റിൽ ഒരു പുരുഷനെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ആരോ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നുവെന്നും അതാ വീട്ടിലെ പഴയ കാര്യസ്ഥനായ ഗോപാലകൃഷ്ണനായിരുന്നു എന്നും നിങ്ങൾക്ക് അവിടം പരിശോധിച്ചു നോക്കിയാൽ ആ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്തു. സന്ദീപ് അവരെ വീണ്ടും വിളിച്ചപ്പോഴേക്കും അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. സന്ദീപ് അപ്പോൾ തന്നെ കാര്യസ്ഥൻ ഗോപാലന്റെ ബോംബെയിലെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ വരണമെന്നും നിങ്ങളുടെ അച്ഛൻ കഴിഞ്ഞ 5 വർഷമായി മിസ്സിംഗ് ആണെന്നും അതിൽ ചില ദുരൂഹതകളുണ്ടെന്നും പറഞ്ഞു. സന്ദീപ് അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ വിവരം അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് തൻ്റെ വീട്ടിലേക്ക് കുറച്ച് ജോലിക്കാരുമായി എത്തണമെന്ന് അവരോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ജോലിക്കാരെത്തി എസ്റ്റേറ്റ് മുഴുവൻ കുഴിക്കാൻ തുടങ്ങി. കുഴിച്ചതിനൊടുവിൽ അവിടെ നിന്ന് തന്നെ ഒരു ചാക്കിൽ കെട്ടിയ അസ്ഥികൂടം കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് അവർ DNA പരിശോധന നടത്തി ആ അസ്ഥികൂടം കാര്യസ്ഥൻ ഗോപാലൻ്റേത് തന്നെയാണെന്ന് ഉറപ്പിച്ചു. അന്ന് രാത്രി സന്ദീപ് ഉറങ്ങാൻ കിടന്നപ്പോൾ ജഡ്ജിയും ഭാര്യയും അന്ന് തൻ്റെ വീട്ടിൽ വന്നതും ആ സ്ത്രീ റബ്ബർ എസ്റ്റേറ്റിൽ എന്തോ തിരയുന്നതും സന്ദീപ് ഓർത്തു. അയാൾ അപ്പോൾ തന്നെ ജഡ്ജിയെ വിളിച്ച് കാര്യസ്ഥൻ ഗോപാലൻ്റെ അസ്ഥികൂടം തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയെന്നും സാറും കുടുംബവും ആ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ തന്നെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നതെന്നും സാറും കുടുംബവും നാളെ ഇവിടം വരെ ഒന്ന് വരണമെന്നും ആവശ്യപ്പെട്ടു. അന്ന് രാത്രി സന്ദീപിന് ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞ ഈ വീട്ടിലാണ് താൻ താമസിക്കുന്നതെന്നോർത്ത് അയാളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി. നേരം ഏതാണ്ട് 1 മണിയോടടുത്തപ്പോൾ പുറത്തെന്തോ ശബ്ദം കേട്ട് അയാൾ ഞെട്ടി എഴുന്നേറ്റു. ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അയാൾ കണ്ട കാഴ്ച അയാളെ ഒന്ന് ഭയപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.